എന്റെ കുഞ്ഞ് രുദ്രങ്കിക്ക് ഒരു വഴികാട്ടിയായി നീ കൂടെ ഉണ്ടാവണം. രാജാവിനെ പോലെ അഹങ്കാരവും ആർത്തിയും ഒരിക്കലും ഉണ്ടാവരുത്. എന്റെ കുഞ്ഞ് ഈ നശിച്ച കൊട്ടാരത്തിൽ വളരാൻ പാടില്ല. ഈ കുഞ്ഞിന് നല്ല പേരുണ്ടാവണമെങ്കിൽ, നാലാൾക്ക് നല്ല കാര്യം ചെയ്യണമെങ്കിൽ ഈ സ്ഥലത്തെ കുറിച്ച് അവൾ അറിഞ്ഞിരിക്കണം. ഈ മണ്ണിനെ അവൾ ജീവന് തുല്യം സ്നേഹിക്കണം. എങ്കിൽ മാത്രമേ ഈ മണ്ണിന്റെ വില അറിയൂ, മനുഷ്യരുടെ വിലയും മനസ്സിലാകും. അങ്ങനെ വളരണമെങ്കിൽ എന്റെ കുഞ്ഞിനെ മല്ലേശന്റെ കയ്യിൽ ഏൽപ്പിക്കണം. അവൻ എന്റെ കൂടെ പിറക്കാതെ പോയ അനിയന. എന്റെ കുഞ്ഞ് മല്ലേശന്റെ കൂടെയാണ് വളരേണ്ടത്. മല്ലേശനെ വിളിക്ക്. മല്ലേഷ്, നീ എന്നോട് ക്ഷമിക്കണം. തകർന്നിരിക്കുന്ന നിന്നോട് തന്നെ ഞാൻ സഹായം ചോദിക്കാം. എന്റെ കുഞ്ഞിനെ നീയാണ് വളർത്തേണ്ടത്. ഈ നാടിനെ എന്റെ കുഞ്ഞ് ഭരിക്കണം. അത് നീ ചെയ്യില്ല. എനിക്ക് വാക്കതാ. ചേച്ചി, നീയും നിന്റെ ഈ ഭാര്യയും ചേർന്ന് എന്നെ ചതിക്കായിരുന്നു അല്ലടാ. നിന്നെ ഞാൻ അനുഭവിക്കാതെ നീ എങ്ങനെ മരിക്കും? എടാ മല്ലേഷ് പന്ന നായ, ചത്തുപോയ ശവത്തിനെയാണോടാ എന്റെ കൂടെ കടത്താൻ കൊണ്ടിരുന്നേ? യജമാൻ എന്തായി പറയുന്നത്? എന്റെ ഈ കൈ മറ്റൊരുത്തൻ പിടിച്ച അത് ഞാനായിരിക്കില്ല. എന്റെ ശവം. അതിലൊരു മാറ്റവും ഇല്ല ഏട്ടാ. ജീവിതായാലും മരണായാലും നിങ്ങളോടൊപ്പമായിരിക്കും. ഏട്ടാ, അല്ലാതെ വിശക്കുന്നു. എന്തേലും കഴിച്ചിട്ട് വരട്ടെ. ആ രാജാവ് നമ്മുടെ വെള്ളത്തിൽ വിഷം കലർത്തി. എന്റെ മോൻ മരിച്ചു പോയല്ലോ. പോയിട്ട് വരാട്ടാ. നമ്മൾ വീണ്ടും കാണും. ഇനിയും നിനക്കവള് കഷ്ടപ്പെടുത്തണമല്ലേ? മലേഷ്യനകത്ത് തനിച്ചാണ്. ഒന്ന് പോയി നോക്ക് ചേട്ടാ. യജമാനെ, മലേഷ്, ഈ കുഞ്ഞ് രുദ്രങ്കിയുടെ കുഞ്ഞായി വളരണം. ചേച്ചിയോട് ഞാൻ സത്യം ചെയ്തിട്ടുണ്ട്. ആ സത്യം ഞാൻ നിറവേറ്റാതെ വിടില്ല. ഈ കൊട്ടാരം പള്ളിക്കൂടമാകും. ഈ നാടിന്റെ പുനർജന്മമായിരിക്കും.
സത്യം ഞാൻ നിറവേറ്റണം. ഈ കുഞ്ഞിനെ പട്ടണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നല്ലോണം പഠിപ്പിച്ച് ഈ രുദ്രങ്കി കോട്ടയിൽ ഒരു പള്ളിക്കൂടം ഉണ്ടാക്കണം. ഈ ഒരു സഹായം മാത്രം എനിക്ക് വേണ്ടി ചെയ്യൂ. ഈ യുദ്ധത്തിൽ ഞാൻ ജീവിച്ചിരിക്കുമോ മരിക്കുമോ എന്ന് എനിക്കറിയില്ല. ഈ കുഞ്ഞിനെ എന്റെ കുഞ്ഞാണെന്ന് കരുതി വളർത്ത്. മല്ലേശ, വാക്ക് തരുന്നു. നിന്റെ വാക്ക് ഞാൻ നിറവേറ്റിയിരിക്കും. കുഞ്ഞിനെ സൂക്ഷിക്കണം രാജ. അവിടുന്ന് പറയുന്നത് പോലെ ആവട്ടെ. Welcome to hell! ധീര 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 വീരശൂര ധീര വീരോടെണീറ്റ് വാടാ വേഗമോടെ വാടാ. ഇവന്റെ തലയർത്ത് കഴുകനിട്ട് കൊടുക്കണം. ഇവനെ വെട്ടി കഷ്ണങ്ങളാക്കി കൊല്ലണോടാ മല്ലേശേ. യജമാനെ, അടിമകളെ കാൽ ചെരുപ്പായിട്ടല്ല നീ കാണുന്നത്. ചെരുപ്പ് കാലിലിടാവോ. മനുഷ്യന്മാരെ തലയിൽ വെച്ച് ആഘോഷിക്കണം. ഇപ്പോഴെങ്കിലും നന്നായെന്ന് പറയ. നിന്നെ ക്ഷമിച്ചു വിട്ടോളാം. ഏതെങ്കിലും നാട്ടിൽ പോയി ജീവിക്കേ. ചീ പോടാ അടിമ നായ. നിനക്ക് ഇത്ര അധികം അഹങ്കാരമോ? ഇത്തരം തന്റെ അടവോ? ഞാൻ എറിഞ്ഞ എച്ചിൽ നീ നന്ദി കാണിച്ചല്ലേ? എടാ മല്ലേഷ്, നീ ഒരു കാര്യം മനസ്സിലാക്കിയില്ല. ഇനിയിപ്പൊ ഞാൻ മരിച്ചാലും എനിക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അഹങ്കാരം അത് മരിക്കുവോടാ. അത് മരിക്കുവോ എന്ന് പറയടാ. മല്ലേഷ്, ഒരുത്തൻ ധൈര്യമായിട്ട് മുന്നോട്ട് വന്നാ നിങ്ങളും മുന്നോട്ട് വരുമോ? നിങ്ങൾക്ക് ജീവൻ തരുമ്പോ നന്ദി കാണിക്കുന്നതിന് പകരം പുറത്താണോടാ കുത്തുന്നേ?